ക്രൈസ്ത ലോർഡ്. ദൈവത്തിൻ്റെ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവദിനവുമായി വീണ്ടും നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്ന എല്ലാ നല്ല വിലയേറിയ അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സംഭവകുലമായ കഴിഞ്ഞ ഒരു കർത്തൃപകൽ നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ നല്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ ടൈം റിവൈവൽ എന്ന ഫേസ്ബുക്ക് പേജിൽ കൂടി ആകാശം ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത ദൈവത്തിനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ രാത്രി വന്ദനം അറിയിക്കുന്നു. ലോകം മുഴുവൻ കൊറോണ എന്ന മാരക വൈറസിനാൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എന്നാൽ കൊറോണ എന്ന മാരക വൈറസിനെ ഭയപ്പെടുന്ന മനുഷ്യൻ പാപമെന്ന വൈറസിനെ മനുഷ്യൻ ഭയപ്പെടുന്നില്ല എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. ശരീരത്തെ മാത്രം കൊല്ലുവാനേ കൊറോണ എന്ന വൈറസിന് കഴിയത്തുള്ളൂ. ഈ കൊറോണ എന്ന വൈറസിനെ ഇല്ലാതാക്കുവാൻ അക്ഷീണ ശ്രമം നടത്തുന്ന മനുഷ്യൻ ആത്മാവിനെ ശരീരത്തെയും നിത്യ മരണത്തിലേക്ക് തള്ളിവിടുന്ന പാപമെന്ന മാരക വൈറസിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപമെന്ന വൈറസിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ലോകം മുഴുവൻ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഈ വൈറസിനെ എങ്ങനെ നശിപ്പിക്കുവാൻ ലോകം കിണഞ്ഞു ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു വൈറസിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. പാപമെന്ന മാരക വൈറസ്, കൊറോണ എന്ന മാരക വൈറസ് നമ്മുടെ ശരീരത്തെ രോഗിയാക്കാൻ പറ്റും, അല്ലെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റും. എന്നാൽ ആര് ശ്രമിച്ചാലും നടക്കാത്ത, ആര് ശ്രമിച്ചാലും ഒരു മാറ്റം തരുവാൻ കഴിയാത്ത ഒന്നാണ് പാപമെന്ന മാരക വൈറസ്. ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ, പാപമെന്ന മാരക വൈറസിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ഒന്നിനെ മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിന്റെ ശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പാപമെന്ന മാരക വൈറസിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ സാധിക്കുമെന്ന് പ്രാരംഭത്തിൽ ഒരു എളിയ ദേവദാസൻ നിലയിൽ ഓർപ്പിക്കുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് ആരെങ്കിലും മോചനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, പാപമെന്ന വൈറസിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, മോചനം പ്രാപിപ്പാൻ, യേശുവിന് വേണ്ടി ജീവിപ്പാൻ, യേശുവിന് ഒരു മകനായി മകളായി ജീവിപ്പാൻ നിങ്ങളുടെ ജീവിതത്തെ ആ കർത്താവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഒരു വലിയ ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനുമേ വെളിപ്പെടുത്തുവാൻ ഈ യേശു മതിയായവനാണ് എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിപ്പാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. വളരെ സമയം ദീർഘിപ്പിക്കുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നില്ല. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട്
ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. സ്തോത്രം. 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വിശുദ്ധ ദൈവവചനത്തിൽ 51-ാമത്തെ പുസ്തകമാണ് കൊലോസ്യ ലേഖനം. 4 അധ്യായങ്ങളും 95 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ ലേഖനം AD 60 അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ ലേഖനമാണ് ഈ ലേഖനമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇത് എഴുതുവാനുള്ള ഉദ്ദേശം ദൈവസഭയിലേക്ക് നുഴഞ്ഞു കയറിയ വ്യക്തികളെ എതിർക്കുക, അതിനോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ആവശ്യമായതെല്ലാം യേശു ക്രിസ്തുവിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുക. സഭയിലേക്ക് നുഴഞ്ഞു കയറാൻ വരുന്ന വ്യക്തികളെ അവർ പഠിപ്പിക്കാൻ പോകുന്ന ദൈവവചനത്തിന് എതിരായിട്ടുള്ള സംഗതികൾ എന്തെന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലായി യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുക, അതിനോടൊപ്പം തന്നെ യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് കുറച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നെല്ലാമുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ ദൈവസഭയിലേക്ക് കടന്നു വരുന്നു എന്ന് താൻ ആത്മാവിൽ ഗ്രഹിച്ച് യേശുക്രിസ്തുവിൽ കൂടി എല്ലാം നിവർത്തിപഥത്തിലേക്ക് വരുമെന്നുള്ള ആത്മീക സത്യം താൻ അവിടെ വെളിപ്പെടുത്തുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1-2 വാക്യങ്ങളിൽ മുഖവര പറഞ്ഞിട്ട് മറ്റ് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഒരു പ്രാർത്ഥന ശകലമാണ് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും മനുഷ്യനെ ദൈവത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏത് തകർച്ചയിൽ കിടക്കുന്ന വ്യക്തിയെയും ആ തകർച്ചയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ആര് തയ്യാറാണോ അവരുടെ ജീവിതത്തെ തകർച്ചകളെ മാറ്റുവാൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു വ്യക്തി സ്വർഗത്തിലുണ്ട്. ആ വ്യക്തിക്ക് കഴിയുമെന്ന് ഒരിക്കലും മറന്നു പോകല്ല്. പ്രാർത്ഥിക്കുന്നവൻ അശക്തനാകും, പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാ. അവൻ സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാണ് ആ നല്ല ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ആ നല്ല ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി മറുപടി നൽകി തരുവാനും സർവശക്തനാണ് എന്ന് ഒരിക്കൽ പോലും മറന്ന് പോകരുത്.
പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം ഭക്തനായ ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല. എന്നാൽ നാം ഒന്ന് വളരെ ചിന്തിക്കണം. സ്വർഗം അടങ്ങിയിരുന്നില്ല. പ്രധാന ദൂതനായ മീഖായേലിനെ അയച്ച് അവിടെ തന്റെ അരുളി ചെയ്യാനുള്ള ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് ഒന്ന് വളരെ വ്യക്തം. എല്ലാ കാലത്തും ഒരു ദൈവവൈദ്യന്റെ പ്രാർത്ഥനയെ തടസ്സം നിർത്താൻ പിശാചിന്റെ ശക്തിയെ ദൈവം അനുവദിക്കത്തില്ല. മറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യൻ അറിയാം, പിശാചിനെ എത്ര പ്രാർത്ഥനയെ തടഞ്ഞാലും, എന്റെ മറുപടി എത്ര തടഞ്ഞാലും ശരി, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദൈവ പ്രവൃത്തി എന്റെ ജീവിതത്തിനെ വെളിപ്പെടുത്താൻ എന്റെ ദൈവം മതിയായവനാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ പിശാച് തടസ്സം ചെയ്തെന്നിരിക്കും, അതിനെ ബ്ലോക്ക് ചെയ്തെന്നിരിക്കും. എന്നാൽ കൃപ പ്രാപിച്ച ഒരു ദൈവവൈദ്യന് പറയുവാൻ പറ്റണം, എന്റെ പ്രാർത്ഥനയെ തടയാൻ പിശാചിന്റെ ശക്തിക്ക് കഴിയും. എന്നാൽ എന്റെ ദൈവത്തിന് തന്നെ ദൂതനെ ഇറക്കി എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, എന്റെ വിഷയത്തിനെ പ്രവർത്തിപ്പാൻ എന്റെ ദൈവം മതിയായവനാണ് എന്ന് കൃപ പ്രാപിച്ച ഒരു ദൈവവൈദ്യന് നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കും. വേഗത്തിൽ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുക. ഒരു പക്ഷേ ചോദിക്കാം, ഒരു ദൈവവൈദ്യന്റെ മറുപടിയെ പിശാച് തടയുമോ എന്ന് ചോദിച്ചാൽ, ദാനിയേലിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു പക്ഷെങ്കിൽ ഒരു ദൈവവൈദ്യന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞെന്നിരിക്കും. പക്ഷെ ഒന്ന് പറയാൻ പറ്റും, ഇല്ല, നിനക്ക് 1-2 ദിവസം തടയാൻ പറ്റും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടയാൻ പറ്റും. പക്ഷെങ്കിൽ 3-ാം ദിവസം കല്ലറയെ തകർത്ത് ഉയർത്തി എഴുന്നേറ്റ യേശു എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാണ് എന്ന് തീർച്ചയായിട്ടും പറയുവാൻ സാധിക്കും. ജീവിത സാഹചര്യത്തിൽ പലതിനുള്ള എതിർപ്പുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. ഒരു പക്ഷെങ്കിൽ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ പ്ലസ് ടു എക്സാം എഴുതിയ കുഞ്ഞുങ്ങൾക്ക് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മാതാപിതാക്കളാകെ ദൈവത്തിനെ കേൾക്കുന്നത്, അവരുടെ ഭാവി എങ്ങനെയെന്നുള്ള ചിന്തയാകാം നിങ്ങളുടെ മുൻപിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത്. എന്നാൽ ഒന്ന് പറയുവാൻ സാധിക്കും, എന്റെ ദൈവം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ശക്തനാ. അവരുടെ അഡ്മിഷൻ വിഷയമാകാം നിങ്ങളുടെ മുൻപിൽ വേദനയോടെ ആയിരിക്കുന്നത്, അവരുടെ ജീവിതത്തിന് സാമ്പത്തികമായ വിഷയങ്ങളാകാം, അഡ്മിഷൻ എങ്ങനെ ശരിയാകും, അതിനാവശ്യമായ ഭൗതിക നന്മകളാകാം നിങ്ങളുടെ മുൻപിൽ ഒരു വേദനയോടുകൂടി ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ പരാജയപ്പെട്ടു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തിമേറിയ പ്രവൃത്തിയെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്താൻ ഈ ദൈവം മതിയായവനാ. വേഗത്തിൽ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. പ്രാരംഭവാക്യം 9-ാം വാക്യം നാം ഇവിടെ വായിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. കൊലോസ്യ സഭയെക്കുറിച്ച് അതിന്റെ പശ്ചാത്തലങ്ങൾ, അവിടുത്തെ രീതികൾ മനസ്സിലാക്കിയ പൗലോസ് കേട്ട നാൾ മുതൽ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കറിയാം എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിന്മേൽ, എന്റെ കുടുംബ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തുവാൻ സർവശക്തനാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് നമുക്കായി ഉണ്ട്. പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാണോ? ഇന്ന് പ്രവർത്തിപ്പാൻ ദൈവശക്തനാ.
നമ്മുടെ ഓരോ മറുപടിയും ഒരു പ്രാർത്ഥനയുടെ അകലത്തിലായിരിക്കുന്നത്. നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചതിങ്ങ് വാങ്ങിക്കണം. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാ, ഇല്ല നേരത്തെ വളർത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇനിയും വളർത്താൻ പോകുക. അങ്ങനെയുള്ളവരാ എൻ്റെ ഈ ദൈവവചനം കേൾക്കുന്നത്. കുഞ്ഞുങ്ങൾ എവിടെങ്കിലും ഒരിടത്തിരുന്ന് കളിച്ചാൽ പേരൻസ് അവർക്ക് വഴക്കൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇരുന്ന് അങ്ങ് കളിച്ചോട്ട്. സമയം 12:30 അവർ ആഹാരം ചോദിക്കുന്നില്ല. 1 മണിയായി, ഒന്നും ചോദിക്കുന്നില്ല. കളിയുടെ ആ ഒരു സ്പിരിറ്റിൽ 1:30 ചോദിക്കുന്നില്ല. മാതാപിതാക്കൾ ഓർക്കും അത് അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചോട്ടെ, അത് അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, കുഴപ്പമില്ല. അത്ര മാത്രമേ ഓർക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും തന്നെ ചിന്തിക്കത്തില്ല. എന്നാൽ മമ്മി അല്ലെങ്കിൽ ഡാഡി വിശക്കുന്നു എന്നൊരു പദം പറഞ്ഞാൽ വേഗത്തിലെടുത്തു കൊടുക്കും. ആവശ്യപ്പെട്ടാൽ ലോകത്തിലെ മാതാപിതാക്കളായ അല്ലെങ്കിൽ അപ്പച്ചന്മാരായ അമ്മച്ചിമാരായ നിങ്ങൾ ഓരോരുത്തരും, മാതാപിതാക്കളായ നാം ഓരോരുത്തരും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആഹാരം എടുത്തു കൊടുക്കുമെങ്കിൽ, ആവശ്യബോധത്തോടെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദ്യൻ, നീ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ മറുപടിയെ തരാൻ നമ്മുടെ കർത്താവും തയ്യാറാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ചോദിക്കുക. മുട്ടുവിൻ, തുറക്കപ്പെടും. മുട്ടാൻ തയ്യാറാണെങ്കിൽ തരാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഇവിടെ പറയുകയാണ്, വിവരങ്ങൾ അറിഞ്ഞ നാൾ മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോമാനഗരത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം ഇപ്രകാരമാണ്. സഹോദരന്മാരെ, 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പീൻ. ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി: പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. പ്രാർത്ഥിക്കാത്ത ഒരു ദൈവവൈദ്യനോട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ ഒരു ദൈവവൈദ്യൻ തയ്യാറാണോ? ദൈവം നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചിലർ പറയുന്നൊരു കാര്യമാ, ഞങ്ങള് പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്യുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. പാസ്റ്റർ എന്നാ പറയുന്നേ, ഞങ്ങളെന്നാ പ്രാർത്ഥിക്കാത്തവരാണോ? പ്രാർത്ഥിക്കാത്തവരല്ല, നിരന്തരം പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ ഒന്ന് പറയാൻ പറ്റും, പലപ്പോഴും ചെയ്യുന്ന കാര്യം ഇതാ: 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂർ അവരവരുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? പ്രാർത്ഥിച്ച് നമ്മൾ എഴുന്നേറ്റ് സ്ഥലം വിടും. പലപ്പോഴും അതല്ലേ സംഭവിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്ന ഒരു ദൈവവൈദ്യൻ അല്ലെങ്കിൽ ഒരു കർത്തൃദാസൻ, ആ പ്രാർത്ഥന ഒരു 5 മിനിറ്റ് ഒന്ന് കുറച്ചേ. പ്രാർത്ഥിക്കൽ ഞാൻ പറയുന്നില്ല, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങോട്ടങ്ങ് പറഞ്ഞു, 15 മിനിറ്റ് നമുക്ക് പറയാനുള്ള കാര്യം മൊത്തം അങ്ങ് പറഞ്ഞു. തിരിച്ചു വല്ലതും പറയുന്നത് കേട്ടോ? ഏതാ തിരിച്ച് ദൈവം പറയാനുള്ളത് പറഞ്ഞങ്ങ് കേട്ടോ? നമ്മൾ കേൾക്കാൻ സമയം വേർതിരിക്കുന്നുണ്ടോ?
അതോ നമ്മുടെ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് എഴുന്നേറ്റ് പോകുകയല്ലേ പലപ്പോഴും? അതുകൊണ്ടാ പറഞ്ഞേ 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാൾ 10 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തി തിരിച്ചെന്ത് ചെയ്യണം? 5 മിനിറ്റ്. ദൈവത്തിന് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാനായിട്ടൊന്ന് സമയത്തെ ഒന്ന് വേർതിരിച്ചൊന്ന് ആ ഇരിക്കുന്ന മുഴങ്കാലം ഇരുന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാ. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവമാ. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമെന്നോ അറിവില്ലായ്മയെന്നോ എങ്ങനെ വേണേലും പറയാം, പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് അങ്ങ് പോകും. അതല്ല, മറിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ആ ദൈവിക പാദപീഠത്തിൽ ഇരിക്കണം. ദൈവമേ, ഞാൻ നിന്നോട് എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ അറിവിലും പരിചയത്തിലുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അറിയിച്ചു. ഇനിയും നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞാട്ടെ, എന്നോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നീ എന്നോട് സംസാരിച്ചാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക പാദപീഠത്തിൽ എന്നെ കേൾക്കുന്ന കർത്തൃദാസനെ, ദൈവ വൈദ്യരെ, നീ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ നീ എങ്ങും പോകണ്ട. ദൈവം നിന്നോട് സംസാരിക്കുന്ന ദൈവമാ. പ്രാർത്ഥിച്ച് ദൈവിക പ്രവർത്തികൾ എന്ത് എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിരൂപണങ്ങൾ എന്ത് എന്ന്, ദൈവിക ആലോചന നാം ദൈവിക പാദപീഠത്തിൽ നാം ഇരുന്ന് പ്രാപിക്കണം. ദൈവം പല നിലയിൽ ദൈവം നമ്മോട് സംസാരിക്കും. ഒന്ന് പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് സംസാരിക്കും. അതിനാ പറഞ്ഞത് നമ്മൾ ഇച്ചിരി നേരം ഒന്നിരിക്കണം. ഒന്നെങ്കിൽ ദൈവിക ശബ്ദം നമ്മുടെ ചെവിയിൽ മുഴങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവവചനം എടുത്ത് വായിക്കാൻ ദൈവം നമ്മോട് പറയും. ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഈരടികളാകാം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക ശബ്ദവുമായി ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ കതകിൽ മുട്ടുന്ന രംഗമാകാം. ഞാൻ പറഞ്ഞതിന് താല്പര്യം ഇതാ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊരു കാര്യം എന്ന് പറഞ്ഞ് അവരങ്ങ് പോയാൽ നമുക്ക് വല്ലതും പറയാനുണ്ടോ? മറുപടി പറയാൻ പറ്റുമോ? യെസ് എന്നോ നോ എന്നോ ഒന്നും പറയാൻ നിൽക്കാതെ അവരങ്ങ് പോകുകയാണെങ്കിൽ എന്താ സ്റ്റേജ്? ഇതുപോലെ ആ സ്വർഗത്തിലെ അപ്പന് നമ്മോട് വല്ലതും പറയാനുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ കാതുകളെ ഒന്ന് ആ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവമേ, ഇപ്പം വരെ ഞാൻ നിന്നോട് സംസാരിച്ചു, ഇനിയും നിനക്ക് വല്ലതും പറയാനുണ്ടെ നീ എന്നോടൊന്ന് സംസാരിച്ചാട്ട്. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാകാം, എന്റെ കുടുംബത്തെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചാകാം. അങ്ങേക്ക് സംസാരിക്കാനുള്ളത് നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന, ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവമോ. ദൈവഹിതം എന്തെന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും ദൈവഹിതം എന്തെന്ന് അറിയാതെ മുൻപോട്ട് പോകുന്ന വ്യക്തികളാ മനുഷ്യൻ. എന്നാൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ സ്വർഗീയ ദൈവം സഹായിക്കട്ടെ. എൻ്റെ ഒരനുഭവം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ശബ്ദത്തിൽ സംസാരിച്ചാൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വരത്തില്ല. കുറച്ച് വർഷത്തിന് മുൻപ് ആൺകുട്ടികളുടെ ശബ്ദം പുരുഷ ശബ്ദമായി മാറേണ്ട ആ ഒരു
സമയത്ത്, അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പനി വന്നു, എൻ്റെ ഒച്ചയടച്ചു. അങ്ങനെ മുൻപോട്ട് പോയി. ആ ഒരു തകർച്ചയിൽ നിന്നാണ് യേശുവിനെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. എനിക്ക് ഒച്ചയില്ല, ഞാൻ എത്ര സംസാരിച്ചാലും ആർക്കും മനസ്സിലാകത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നു. പാടാൻ പറ്റത്തില്ല, എനിക്ക് പ്രയാസമാണ്, പാടിയാലോട്ട് മനസ്സിലാകത്തില്ല, പ്രസംഗിച്ചാൽ ആർക്കും മനസ്സിലാകത്തില്ല, പ്രാർത്ഥിച്ചാലും ആർക്കും ഒന്നും മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. നിന്ദകളും അവമാനങ്ങളും പരിഹാസങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായി. ഞാൻ ദൈവവചനം പഠിച്ചത് നിങ്ങൾക്ക് ആർക്ക് വേണേലും, ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന ആർക്ക് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം, തിരക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന്. പാമ്പാടിയിലുള്ള അനീഷ എന്നത് ഞാൻ പറയുന്ന ഇനി പറയാൻ പോകുന്ന ഇടത്ത് തിരക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. കള്ളവല്ല ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യമാണ്. 2000 ദേവോദിനം തിരുവല്ല നവജീവോദയം ബൈബിൾ കോളേജിൽ പഠിച്ചു. 2001, 2002, 2003 കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലിയുടെ ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചു. അദ്ദേഹം പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കെല്ലാം എൻ്റെ കൂടെ പഠിച്ച നൂറുകണക്കിന് വ്യക്തികൾക്ക് എന്നെ സുപരിചിതനാണ്. എനിക്ക് ശബ്ദമില്ല, ഒത്തിരി വേദനകൾ, ഒത്തിരി നിന്ദകൾ ഞാൻ അനുഭവിച്ചു. പറയാൻ വാക്കുകൾക്ക് അതീതമാ. ദൈവത്തിന്റെ കൃപയാൽ സന്തോഷത്തോടെ പറയട്ടെ, 2003 ഒക്ടോബർ മാസം ഒത്തിരി വേദനകൾ വരുമ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാം ചിരിച്ചോണ്ടാൻ കേൾക്കും. എന്തിനും ചിരിയേ ഉള്ളൂ ഏതൊരു കാലത്തും. അതിന് എന്നാ പറയാനാ, ആരോട് എന്ത് പറയാനാ? (2003) ഒക്ടോബർ മാസം ഡ്യൂട്ടി എല്ലാം തീർത്ത് കുളിച്ച് ഫ്രഷായി ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു. ഇച്ചിരി നേരം പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ അവിടെ ഭിത്തിയെ ചാരി ഇരിക്കുക. ഇന്ന് പത്തനംതിട്ട സെന്ററിൽ ഒരു ലോക്കൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ബിനു കൊന്നപ്പാറ എൻ്റെ ക്ലാസ്മേറ്റാ. ബിനു വന്ന് എന്നോട് ചോദിച്ചു, ചിറ്റാറേ, എൻ്റെ സ്വന്തം വീട് ചിറ്റാറ, ഇന്ന് ഞാൻ പാമ്പാടിക്കാരനെന്നാണ് അറിയപ്പെടുന്നത്. എന്നോട് വന്ന് ചോദിച്ചു, ചിറ്റാറേ എന്തെടുക്കുക? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടിരിക്കുക. അവൻ എന്നെ കണ്ടിട്ട് അതിശയം. ഇങ്ങോട്ട് കേറിയപ്പോഴുള്ള ശബ്ദമല്ല ഇപ്പം പറയുന്നത്. അവൻ ഓടിപ്പോയി കൂട്ടുകാരോട് പറഞ്ഞു, ചിറ്റാറിന്റെ ശബ്ദം മാറി. എല്ലാവരും ആ ചർച്ചിലേക്ക് ഓടി വന്നു. അല്ലെങ്കിൽ ചർച്ചിലിരുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നത് അന്ന് മാരാമൺ ചർച്ച് പാസ്റ്റർ ഷിബു നെടുവേലിയുടെ വീടിന്റെ തൊട്ട ഇന്നാണ് മേളിൽ ചർച്ചിന്റെ സ്ഥലം വാങ്ങിച്ച് കെട്ടിടമുള്ളത്. ഓടി വന്ന് പറഞ്ഞു, ചിറ്റാറിന്റെ ശബ്ദം മാറി. എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി അവരെല്ലാം വർക്കുകൾ മാറ്റിവെച്ച് ഓടി വന്ന് എന്നോട് വർത്താനം പറയാൻ തുടങ്ങി. 2003 ഒക്ടോബർ മാസത്തിൽ എന്റെ ശബ്ദം തമ്പുരാൻ എനിക്ക് തന്നു. ഇന്നും അത് ഈ 2020
ഈ ശബ്ദം നിലനിൽക്കുന്നു. ഒരു 100 വാട്ട്സ് മൈക്കിന്റെ ശബ്ദം ദൈവം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ജീവിതത്തിലെ അവസ്ഥകളെ മാറ്റി എഴുതാൻ ദൈവം തയ്യാറാ. നിന്റെ ജീവിതത്തിൽ നിന്ദകൾ കടന്നു വരും, ആക്ഷേപങ്ങൾ കടന്നു വരും, തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഒന്ന് പറയാൻ പറ്റും, ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും മാറ്റി നിർത്തിയോ അവരുടെ മധ്യേ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ ദൈവ ശക്തനാ. ചെറുകിലും ചോദിച്ചിട്ടുണ്ട്, ചിലപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഇടപ്രാർത്ഥനയ്ക്കൊക്കെ ചുരുക്കം പേരെ കാണത്തുള്ളൂ, ചിലപ്പോൾ 4-5 പേരൊക്കെ കാണത്തുള്ളൂ. ചിലങ്ങൾ ചോദിക്കും, എന്തിനാ പാസ്റ്റർ ഇത്രയും ആവേശത്തിൽ പ്രസംഗിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത്? ലൈവിലും എനിക്ക് മാക്സിമം എത്ര ശബ്ദമുണ്ടോ അത്രയും ശബ്ദത്തിൽ ഞാൻ ലൈവിൽ പോലും ദൈവവചനം പങ്കുവെക്കും. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ആരായിരുന്നു എന്ന് എനിക്കറിയാം. തമ്പുരാൻ ശബ്ദം തന്നപ്പോ ആ ദൈവത്തിന് വേണ്ടി ഞാൻ ശബ്ദം എടുക്കും. ആ ദൈവത്തിന് വേണ്ടി ശബ്ദം എടുക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടോ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ, ദൈവം നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്താൽ, ലോകത്തിൽ ആരും നിന്നെ മാറ്റി നിർത്തിയാലും, നിന്നെ കൊള്ളത്തിലെന്ന് പറഞ്ഞ പലരും നിന്നെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങൾ നിന്റെ മുൻപിലില്ലേ? ആ സ്ഥാനത്ത് നിന്നെ മാനിച്ചെങ്കിൽ ഇന്ന് ആരും നിന്നെ മാറ്റി നിർത്തിയാലും, ആരും നിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ്, നിന്നെ കാക്കാശിന് വിലയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സ്ഥാനത്തും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ലേ? ഇല്ല. ഞാൻ വേഗത്തിൽ മടങ്ങി വരുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അടുത്തത് പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു. അപ്പൊ പൂർണ്ണ പ്രസാദം ലഭിപ്പാൻ ആർക്ക് യോഗ്യമാവണ്ണം നടക്കണം? കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. കർത്താവിന് യോഗ്യമാവണ്ണം നടന്നാൽ ലോകം നിനക്കെതിരാ. ലോകത്തിന് പ്രസാദിപ്പിച്ച് നടന്നാൽ കർത്താവ് പിണങ്ങും. കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ ലോകം പിണങ്ങും, ലോകത്തെ പ്രസാദിപ്പിച്ചാൽ കർത്താവ് പിണങ്ങും. ഏത് വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ രണ്ടും കൂടെ പറ്റത്തില്ല. ഇവിടെ പറയുകയാണ് പൗലോസ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്. കർത്താവിനൊരു യോഗ്യതയുണ്ട്. കർത്താവ് ആരെ നമുക്കറിയാം. ആ കർത്താവിന് യോഗ്യമാവണ്ണം എന്ത് ചെയ്യണം? നിങ്ങൾ നടക്കണം. ഈ ലോകത്തിന് യോഗ്യമാവണ്ണം നിങ്ങൾ നടന്നാൽ പോരാ, കർത്താവിന് യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കണമെന്ന് പൗലോസ് ഓർപ്പിക്കുക. ആരെയാ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്? മനുഷ്യനെ പ്രസാദിപ്പിച്ച് മനുഷ്യൻ തരുന്ന നന്മകളൊക്കെ നാം സമ്പാദിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ തരുന്ന കയ്യടികൾ നാം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ഒന്ന് വളരെ വ്യക്തം, മനുഷ്യൻ പ്രസാദിക്കും. ഉറപ്പാണ്, മനുഷ്യൻ പ്രസാദിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാ. പക്ഷെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മനുഷ്യൻ പ്രസാദിച്ചില്ലെങ്കിലും നിന്റെ ശുശ്രൂഷ, എന്നെ കേൾക്കുന്ന കർത്തൃദാസനെ, നിന്റെ ശുശ്രൂഷ മനുഷ്യൻ പ്രസാദിച്ചില്ലെങ്കിലും, ലോകം നിന്നെ ആദരിച്ചില്ലെങ്കിലും, ലോകം നിന്നെ മാനിച്ചില്ലെങ്കിലും, നീ ആരെ പ്രസാദിപ്പിച്ചാ മതി? നീ ദൈവത്തെ പ്രസാദിപ്പിച്ചാ മതി. ലോകത്തെ പ്രസാദിപ്പിക്കാൻ നിർത്ത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ, എന്റെ വാക്കി ഞാനങ്ങ് പറയാം, ലോകം കീഴ്മേൽ മറിഞ്ഞാലും ശരി, നീ കർത്താവിനെ പ്രസാദിപ്പിക്കെ, കർത്താവ് നിനക്കൊപ്പം ഉണ്ടാകും.
ഈ ലോകത്തിന്റെ നിയന്ത്രണം കർത്താവിന്റെ കയ്യിലാ. ദൈവം അത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് നിയന്ത്രണം ഉള്ളിടത്തോളം കാലം ആരെല്ലാം നിനക്ക് എതിരായി വന്നാലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ ആക്ഷേപം ചൊല്ലിയാലും ശരി, കൃപ പ്രാപിച്ച ഒരു ദൈവ പൈതൽ പറയാൻ പറ്റും, ഇല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കത്തില്ല, എന്റെ ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കുമെന്ന് നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ കൈയടി വാങ്ങുവാൻ മനുഷ്യൻ വ്യഗ്രത കൂട്ടുക. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്നെ ചിന്തിക്കും, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചാൽ അവരെങ്ങനെ എന്താ ചിന്തിക്കും? ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തന്റെ ഇടത്തോടെ പറയാൻ പറ്റണം. അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം വിളിച്ചു പറയുന്ന ദൈവിക ആലോചന എന്താ? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് അല്ലേ? അതല്ലേ പറഞ്ഞത്? പത്രോസിന്റെ ജീവിതം നമുക്കറിയാം. യേശുവിനെ ഒറ്റ കൊടുത്തത് കേട്ടപ്പം 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ് ആണയിട്ട വ്യക്തിയാ പത്രോസ്. ഞാൻ അവൻ അറിയുന്ന പോലുമില്ലെന്നാ പറഞ്ഞു. നമ്മുടെ ഭാഷയെ പറഞ്ഞ പത്രോസ് യേശുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ അല്ലേ? യേശുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലയോ പത്രോസ്? യേശുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പറയുക, ഞാൻ അവനെ അറിയുന്ന പോലുമില്ല. പ്രാകുകയും ആണയിടുകയും ചെയ്തു. ആ പെൺകുട്ടി ചോദിക്കുമ്പോഴാ ഇതിലും വിചിത്രം, ഞാൻ അവനെ അറിയുന്ന പോലുമില്ല. കൈ മലർത്തി. ആ പത്രോസ് പറയുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന സമയം വരെയും നമ്മുടെ ഭാഷയെ പറഞ്ഞ എടുത്തുചാട്ടക്കാരനായ പിന്മാറ്റക്കാരനായ യേശുവിനെ ഒറ്റുകൊടുത്ത വ്യക്തിയാ പത്രോസ്. പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം തന്റെ അടുത്തോടെ പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നു. തന്റെ അടുത്തോടെ ദൈവവചനം അവിടെ പ്രസംഗിച്ചപ്പോൾ നാം ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്, ദൈവസഭ ഉടലെടുത്തിട്ട്, പുതിയ നിയമസഭ ഉടലെടുത്തിട്ട് ഏതാണ്ട് 2000-ഓളം വർഷമാകുന്നു. AD 28 ആണ് ദൈവസഭ ഉടലെടുത്തെന്നാണ് പറയുന്നത്. ഈ 2028 ആകുമ്പോൾ 2000 വർഷം പൂർത്തിയാകും എന്നാ ചരിത്രം പറയുന്നത്. നമുക്ക് ഇന്നതാ തെളിവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 2000-ഓളം വർഷം ഈ ദൈവവചനം പ്രസംഗിക്കുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൺവെൻഷൻ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് പരസ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് പറയാൻ പറ്റും, പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിന് അത്രയും രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഇന്ന് വരെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 1000 രക്ഷിക്കപ്പെട്ടു. ഇന്ന് വരെയും ഒറ്റ പ്രസംഗത്തിൽ 1000 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടില്ല. സത്യമാണ് ഞാനീ പറയുന്നത്. നമുക്കറിയാം, ആ ഭാഗം വായിച്ചു വരുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ 1000 കർത്താവിനെ കണ്ടെത്തിയ രംഗമാണ് അവിടെ കാണുന്നത്. ഇന്ന് 1000 പലപ്പോഴും പല ക്രൂസൈഡിലും കൈപൊക്കുന്നുണ്ട്. അത് വന്ന മിക്കവാറും എല്ലാം യേശുവിനെ കണ്ടെത്തിയ വ്യക്തികളാകും. നല്ലൊരു ഭാഗം കൈ പൊക്കുന്നത് അത് പരമാനന്ദ സത്യമാണ്.
എന്നാൽ അന്ന് വരെയും യേശുവെന്ന പദം കേട്ടിട്ടില്ലാത്ത ആയിരങ്ങൾ ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടെങ്കിൽ, പത്രോസേ, നീ പിന്മാറ്റക്കാരനാകാം, എടുത്തിയാട്ടക്കാരനാകാം, പക്ഷെങ്കിൽ ഒന്ന് പറയാൻ പറ്റും, ഇന്ന് വരെയും അല്ലെങ്കിൽ ലോകമുള്ളിടത്തോളം കാലം ചെയ്തിട്ടില്ലാത്ത ദൈവ പ്രവൃത്തി പത്രോസെ മുന്നിൽ കൂടി സ്വർഗം ചെയ്തെടുപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, കാത്തിരുന്ന് ദൈവിക ശക്തി പ്രാപിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, അസാധാരണമേറിയ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്മേൽ, നിങ്ങൾ സൂക്ഷിക്കുന്ന സഭയിൽ വെളിപ്പെടുത്താൻ ഈ ദൈവം മതിയായവനാ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു. അപ്പൊ കർത്താവിന് യോഗ്യമാവണ്ണം എന്ത് ചെയ്യണം? നടക്കണം. ഒരു കഥ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഒരു രാജാവിന് ഒരു മകനുണ്ട്. കളിച്ച് നടക്കേണ്ടിയ പ്രായമാണ്. ഒരു ദിവസം അവിടുത്തെ രാജാവ് മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 4 മണി കഴിഞ്ഞ സമയം തന്റെ ഏക മകൻ കുറച്ച് അകലെയായി തന്റെ കളിക്കൂട്ടുകാരുടെ ഒപ്പം നിന്ന് കളിക്കുന്നു. തന്റെ ഏകദേശം പ്രായമുള്ള പിള്ളേർക്കൊപ്പം നിന്ന് കളിക്കുന്നു. ഭടന്മാരെ വിട്ടൊന്നും വെളുപ്പിക്കാൻ പോയില്ല. സന്ധ്യയായി. ആ മകൻ വന്നപ്പോൾ സ്നേഹത്തോടെ അടുത്ത് നിർത്തി തലയൊക്കെ ഒന്ന് തലോടി, ദേഹമൊക്കെ ഒന്ന് തലോടിയിട്ട് ആ അപ്പൻ പറഞ്ഞു, മോനെ, നീ രാജ്യത്തെ രാജകുമാരനാ. അടുത്ത രാജാവ് നീയാണെന്നുള്ള ഉത്തമ ചിന്ത നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അടുത്ത രാജാവാണെന്നുള്ള ഉത്തമ ചിന്ത നിന്റെ ജീവിതത്തിൽ ഏത് നിമിഷവും ഉണ്ടാകണം. അത്രേ ആ രാജാവ് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പിന്നീട് താൻ ഒറ്റ ദിവസം പോലും തന്റെ കളിക്കൂട്ടുകാരോട് ഒരുമിച്ച് കളിക്കാൻ പോയിട്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ, കാരണം വളരെ നിസ്സാരം. അപ്പൻ മരിച്ചതിന് ശേഷം അടുത്തത് ഈ മകനാ രാജാവാകേണ്ടത്. കളിക്കൂട്ടുകാരൻ രാജാവായാൽ നിയമം അനുസരിക്കണോ? അവര് പറയ അവനാണോ രാജാവ്? ഞങ്ങൾ ഒരുമിച്ച് അവൻ കളിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് അവൻ ഇന്ന കളികളിൽ ഏർപ്പെട്ടവനാ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള സ്പോർട്സ്, ഫുട്ബോളും ക്രിക്കറ്റും ടെന്നീസും കബഡിയൊക്കെ അവൻ ഞങ്ങളുടെ ഇവിടെ കളിച്ചവനാ. അവൻ വലിയ കാര്യമൊന്നുമില്ലെന്ന് ഇത് പറയിപ്പിക്കണ്ട എങ്കിൽ ഞാൻ ഇനി പോകാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകം നമുക്ക് വേണം. എന്നാൽ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു ദൈവവൈദ്യന് പറഞ്ഞിട്ടുള്ളതല്ല. ചിലതിൽ നിന്നല്ല. ഒരു വേർപാട്, ഒരു വിശുദ്ധി പാലിക്കേണ്ടത് വളരെ ആവശ്യമാ. പാലിക്കേണ്ടിടത്ത് നാം പാലിക്കണം. ദൈവവചനം പ്രമാണിക്കേണ്ട മേഖലയിൽ നാം പ്രമാണിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം അത് പാലിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? ശക്തമേറിയ ദൈവ പ്രവൃത്തികള് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഈ കർത്താവ് വെളിപ്പെടുത്താൻ സർവശക്തനാ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ
പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് നോക്കണമേ. കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട്, ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന് ചില ഇഷ്ടമുണ്ടെന്ന്. രക്ഷിക്കപ്പെടുന്ന നാൾ തൊട്ട് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അപ്പനോട് ചോദിക്ക, എന്താ കുഞ്ഞിനെ കുറിച്ചുള്ള ഇഷ്ടം, ആഗ്രഹം എന്താ? അപ്പം പറയും, ഞാനൊരു ചെറുക്കന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അമ്മ പറയും, ഞാനൊരു പെൺകുഞ്ഞിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. നോക്കണമേ, ഉദരത്തിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞിന് വേണ്ടി അപ്പന് ഒരാഗ്രഹം, അമ്മയ്ക്ക് മറ്റൊരാഗ്രഹം. ഇതാ സ്റ്റേജെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ഏതൊരു ദൈവ പൈതലിനെ കുറിച്ചും സ്വർഗീയ അപ്പനൊരു ഉദ്ദേശമില്ലേ? സ്വർഗീയ അപ്പനൊരു ഇഷ്ടമില്ലേ? ആ ഇഷ്ടത്തിന് വേണ്ടി ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? കർത്താവേ, ഇന്ന് വരെയും എന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്, എന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഓടി, എന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു. എന്നാൽ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു പറഞ്ഞ് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ സാധിക്കുമോ? ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നു, നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാടാ തീടേണമേ. നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാടാ തീടേണമേ. എൻ്റെ ഹീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാടാ തീടേണമേ. ദൈവമേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ദൈവത്തോട് പാടേണ്ടിയ, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയ ഏറ്റവും വലിയ കാര്യം ഇതാ, ദൈവമേ നിന്റെ ഹിതം മതി. നമ്മൾ നമ്മുടെ ഹിതത്തിന് വേണ്ടി ജീവിച്ചാൽ, നമ്മുടെ ഇഷ്ടപ്രകാരം ഓടിയാൽ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു ഭവിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നീ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ നീ തയ്യാറാണോ? ദൈവത്തിന്റെ ഹിതപ്രകാരം നീ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവ ഇഷ്ടം നിന്റെ ജീവിതത്തിന്മേൽ നിറവേറും. ഒരു പക്ഷെങ്കിൽ ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ലൈവിന് ശേഷം എന്നെ കേൾക്കുന്ന ഈ പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ഇച്ഛകൾക്ക് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയി തികഞ്ഞ പരാജയത്തിൽ നിങ്ങളുടെ ജീവിതം അവസാനിച്ച വ്യക്തിയാകാം നിങ്ങൾ. എന്നാൽ അതിൽ നിന്ന് മാറി ദൈവത്തോടൊന്ന് ഇന്ന് രാത്രി ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഓടി, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അധ്വാനിച്ചു, എന്നാൽ നിന്റെ ഹിതത്തിന് എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല. നിന്റെ ഇഷ്ടം എന്തെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല.
നിന്റെ ഇഷ്ടം എന്തെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കർത്താവേ. അതെന്റെ ജീവിതത്തിലെ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പരാജയത്തെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ്, കർത്താവേ എന്റെ ജീവിതത്തിലെ പരാജയം വിജയത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തിലെ പരാജയമെന്ന് ദൈവത്തോട് ഏറ്റു പറയുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ പരാജയത്തിന്റെ കയ്പിന്റെ അനുഭവത്തെ ഏറ്റവും മധുരിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടെത്തിപ്പാൻ ഈ ദൈവം സർവശക്തനാണ് എന്ന് ഒരിക്കൽ പോലും മറന്നു പോകല്ലേ. ജീവിതത്തിൽ പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്ക്, സ്വന്തം ഇച്ഛകൾക്കും, സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നീ ഓടി, നീ അധ്വാനിച്ചു. എന്നാൽ ഇന്ന് വരെയും ദൈവഹിതം അന്വേഷിച്ച് നീ പോയിട്ടില്ല എങ്കിൽ ദൈവഹിതം ഇന്നു മുതൽ അന്വേഷിക്കുക, ദൈവത്തോട് ചോദിക്കുക, പ്രാർത്ഥിച്ച് ചാടി എഴുന്നേറ്റ് പോകാതെ, കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ, നിന്റെ ഇമ്പശബ്ദം എന്റെ കാതുകളിൽ ഇന്ന് രാത്രി മുതൽ ഒന്ന് തരണമേ, ഒന്ന് മുഴക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാൽ, ദൈവത്തോട് നീ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിപ്പാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഇവിടെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ സമയം ഏകദേശം അവസാനിപ്പാൻ സമയമായി. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്കാണ് ഇവിടെ ഈ അടിയന്റെ ലൈവ് ആരംഭിച്ചത്. നാളെ രാവിലെ നിത്യജീവ മൊഴിയുമായി നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ലൈവിൽ കടന്നു വരും. ഇതിന്റെ വാക്യഭാഗം 13 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. വാക്യഭാഗം നാളെ ചിന്തിപ്പാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. അല്ല, കർത്താവിന്റെ വരവ് ഈ രാത്രിയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളാരും കൈവിട്ടു പോകാതെ വണ്ണം മേഘപ്രത്യക്ഷതയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനുള്ള അവസരത്തെ സ്വർഗദൈവം ഒരുക്കുമാറാകട്ടെ. നാളും നാഴികയും അറിയായികയാൽ മനുഷ്യപുത്രന്റെ വരവ് ഏറ്റവും വേഗത്തിലാകുകയാൽ ഈ രാത്രി തന്നെ ഒരുങ്ങാത്ത പ്രിയപ്പെട്ടവർ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഒരു എളിയ ദൈവദാസന നിലയിൽ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവത്തിൽ വണക്കി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാൻ ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, പലപ്പോഴും ജീവിതത്തിൽ ദൈവഹിതം എന്തെന്ന് അറിയാതെ മുൻപോട്ട് പോകുന്ന വ്യക്തികളാ മനുഷ്യൻ. എന്നാൽ ഞങ്ങളോട് ഇമ്പമായി സംസാരിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കായി ഉണ്ടല്ലോ. ആ നല്ല ദൈവത്തിന്റെ മാധുര്യ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ സ്വർഗം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൃക്കരത്തിലേക്ക് മുറ്റുമായി സമർപ്പിക്കുന്നു. ഏഴേടിന് വചനം സംസാരിപ്പാൻ സഹായിച്ച സ്തോത്രം ചെയ്യുന്നു. കേട്ട ഓരോ ജീവിതങ്ങൾക്കും ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ദൈവത്തോട് അടുത്തിരിക്കുന്ന ഈ കേറെ ഉത്തമമെന്ന് പറയത്തക്ക നിലയിൽ ശക്തിവേറിയ ദൈവപ്രവൃത്തി ഓരോ വ്യക്തി ജീവിതങ്ങളിൽ മേലും സ്വർഗം വെളിപ്പെടുത്തിയാട്ടെ പ്രാർത്ഥിക്കുന്നു. തൃക്കരത്തിലേക്ക് മറ്റുമായി സമർപ്പിക്കട്ടെ. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിനുള്ള അവസരം ഒരിക്കൽ കൂടി ഒരുക്കി തന്ന ഇന്ത്യ ടൈം റിവൈവൽ ഇതിന്റെ അഡ്മിന്മാരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് പരസ്പരം ഓർക്കാം, പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാനുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.